തിരുമേനി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചപ്പോൾ തിരുമേനിയുടെ ഫാദർ വെടിയേറ്റ് മരിച്ച കാര്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അന്ന് ആശ്വാസത്തിൻ്റെ വാക്കുകളൊന്നും എവിടെ നിന്നും വന്നില്ല. തിരുമേനി ഒറ്റയ്ക്ക് ഒരു 16 വയസ്സുകാരൻ്റെ ഒരു വേദനയാണെന്ന് പറഞ്ഞത്. അത് വളരെ കണ്ണ് നനയിക്കുന്ന ഒരു അനുഭവമാണ്. ഇതുപോലെ നിരവധി പേര് ഇപ്പോഴും ഈ അനുഭവങ്ങൾ കടന്നു പോകുന്നുണ്ടല്ലോ. തൂർത്തോട്ട് ധ്യാനകേന്ദ്രത്തിൽ വരുന്നവരെ സംബന്ധിച്ചുള്ള ആശ്വാസം ലഭിക്കും. പക്ഷേ നമ്മുടെ സഭ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങുന്നില്ല പലപ്പോഴും. അവിടെ ഒന്ന് ആശ്വസിപ്പിക്കാനോ, ഇപ്പം ഈ 200 വീട്ടുകാരെ ഉണ്ടെങ്കിൽ ഒരു അച്ഛനെ നോക്കാൻ പറ്റും, ഒരു വൈദികനെ നോക്കാൻ പറ്റുമെന്ന് തിരുമേനി പറഞ്ഞു. അപ്പോൾ അതിന് അങ്ങനത്തേക്ക് ഒരു സിസ്റ്റത്തിലേക്ക് നമുക്ക് മാറാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടാവും? അത് മാറാൻ സമയമില്ലാഞ്ഞിട്ടോ സൗകര്യമില്ല, അതിനൊരു മനസ്സാണ് ഉണ്ടാവേണ്ടത്. ആ മനസ്സുണ്ടാകണമെങ്കിൽ അവൻ്റെ മനസ്സെന്തെന്ന് നമ്മൾ അറിയണം. ഞാനിപ്പോൾ ഈ ദൗത്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ വേദനിക്കുന്നവൻ്റെ എല്ലാം മനസ്സറിഞ്ഞ ആളാണ് ഞാൻ. കാരണം എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ വേദനിച്ചവനായതുകൊണ്ട് ചില ചോദിക്കും, ഇത് ഇങ്ങനെ പുള്ളിക്കാരൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്താ ഇവരുടെ ലാഭം, പിന്നെ എന്തിനാണ് ഇവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്, ചുമ്മാ ചെയ്യുമോ, ഇതൊക്കെ ചോദിക്കും. അത് മനസ്സിലാക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു മനസ്സ് വേണം നമുക്ക്. ആ മനസ്സുണ്ടാകുന്നത് എങ്ങനെയാണ്? അത്തരം അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. അപ്പോൾ ഞാൻ ഈ അനുഭവങ്ങളിലൂടെ എല്ലാം കടന്നു പോയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും കിട്ടാതെ പോയത് എനിക്ക് പിൽക്കാലത്ത് ക്രിസ്തുവിൻ്റെ സുവിശേഷം കേട്ടപ്പം അതെല്ലാം എനിക്ക് ഹീലിംഗ് ആയിട്ട് വന്നു. എല്ലാം എനിക്ക് ഹീലിംഗ് ആയിട്ട് വന്നു. മനസ്സിൻ്റെ മുറിവുകളും വേദനകളും സങ്കടങ്ങളും ഹീൽ ചെയ്യപ്പെട്ടു. അപ്പോൾ ഞാനെന്ത് ചെയ്തു? ഞാൻ ഹീൽ ചെയ്യപ്പെട്ട എനിക്ക് ഒരു ഹീലറായി മാറാൻ പറ്റുമല്ലോ ദൈവത്തിൻ്റെ കൃപയാൽ. തുറന്ന ലേഖനത്തിലല്ലേ നിങ്ങൾ അനുഭവിക്കുന്ന പീഡകൾ, അതേ പീഡകൾ അനുഭവിക്കുന്നതിനെ ആശ്വസിപ്പിക്കാനും അവർക്ക് സമാധാനം പറഞ്ഞു കൊടുക്കാൻ ഇതിലൂടെ നിങ്ങൾ കർത്താവ് കടത്തി വിടുന്നു എന്നുള്ളതാണ്. അതെ, അപ്പോൾ ഹീൽ ചെയ്യപ്പെട്ടവനാണ് ഹീൽ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു ചില ദൗത്യങ്ങൾ സത്യത്തിൽ ആരംഭിക്കാൻ കാരണം, ഇപ്പോൾ ഓരോ പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം അവനൊരു മനസ്സുണ്ടാവണം. ഞാൻ ഇപ്പോഴത്തെ എല്ലാ വൈദിക വിദ്യാർത്ഥികളോടും ഞാൻ പറയുന്നതാണ്, നിങ്ങൾക്ക് അതിനുള്ള മനസ്സുണ്ടാകണം. ആ മനസ്സുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും. ആ മനസ്സുണ്ടാകുന്നത് എങ്ങനെയാണ്? യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ സ്നേഹം അനുഭവിക്കാതെ ഈ മനസ്സുണ്ടാവില്ല. അവിടെയാണ് ഇതിൻ്റെ കുഴപ്പം. ബൈബിൾ വായിക്കുന്നുണ്ടാകാം, ബൈബിൾ പഠിക്കുന്നുണ്ടാകാം, ബൈബിളിനെക്കുറിച്ച് വലിയ ആഴമായ പഠനം നടത്തിയിട്ടുണ്ടാകും, ബൈബിൾ ചിലപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സംഭവങ്ങളാണ്, ഇതൊക്കെ നല്ലതാണ്. അതുകൊണ്ടൊന്നും കാര്യമില്ല. കാരണം ബൈബിളൊക്കെ ഇതിനു മുമ്പ് 2000 വർഷമായിട്ട് ഇരിക്കുന്നതല്ലേ. ഈ ബൈബിളിലെ ഈ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലെ ക്രിസ്തു ആകണം, ജീവിക്കുന്നവനാകണം, വചനം നമ്മളിൽ മാംസമാകണം. അപ്പോൾ നമുക്ക് ജീവനുള്ളൊരു മനസ്സുണ്ടാകും, ക്രിസ്തുവിൻ്റെ ഒരു മനസ്സുണ്ടാകും. ആ സ്നേഹം പരിശുദ്ധാത്മാവ് വഴി ആ സ്നേഹം അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് ഒരു വിധം വിഷമിക്കുമ്പം നമുക്ക് ഓടി അവിടെ ചെല്ലാൻ പറ്റത്തുള്ളൂ. പക്ഷേ സത്യത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹത്തിൽ അങ്ങനെ പലർക്കും ആ ദൗത്യത്തെക്കുറിച്ച് മറന്നവർ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ അവർ ക്രിസ്തുവിൻ്റെ സ്നേഹം അറിയുന്നില്ല, അതല്ലെങ്കിൽ ക്രിസ്തുവിനെ അവഗണിക്കുന്നു. ഈ 2 കാര്യങ്ങളെ സംബന്ധിച്ച് ഒന്നുകിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം അവരറിഞ്ഞിട്ടില്ല, പുറം മോടിക്ക് ഒരു ലേബലിൽ ഇങ്ങനെ പോകുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന സ്നേഹത്തിൻ്റെ ബഹിർസ്ഫുരണമാണ് ശരിക്കും ദൈവവിളി എന്ന് പറയുന്നത്. എന്നെ ദൈവം എത്രമാത്രം സ്നേഹിച്ചു എന്നതിനോട് ഞാൻ നടത്തുന്ന റെസ്പോൺസാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ദൈവവിളി എന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പും കൂടെ ഈ വിളിക്കപ്പെട്ടവർ അനേകം തിരഞ്ഞെടുക്കപ്പെടുത്തിയെടുക്കുമെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ആ ഒരു തിരഞ്ഞെടുപ്പിലായിട്ട് അവർ അറിഞ്ഞോ അറിയാതെ അവർ വന്നെങ്കിൽ പോലും ദൈവം ഇത് നടത്തുന്നതെന്നുള്ള ചിന്തയില്ലാതെ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചില വൈദികരുടെ അല്ലേ, നല്ല വിശുദ്ധരായിട്ട് ജീവിക്കുന്നവരുണ്ട്. വിശുദ്ധരായി ജീവിക്കുന്നവർക്കൊപ്പം കുറ്റവാളികളായി ജയിലിലടക്കപ്പെട്ടവരുണ്ട്. എത്രയോ പേരാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അത് അറസ്റ്റ് ചെയ്യപ്പെട്ടവർക്കൊപ്പം തന്നെ ഒരിക്കൽ നമ്മുടെ ക്രിസോസ്റ്റം തിരുമേനി, നമ്മുടെ മർത്തോമാ സഭയിലെ ക്രിസോസ്റ്റം തിരുമേനി ഒരിക്കലൊരു ജയിലിൽ പോയി ഒരാളെ കണ്ടപ്പം അദ്ദേഹം ഒരു തമാശ പറഞ്ഞത് എനിക്ക് പലപ്പോഴും ഓർക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞതാണ്, നീ പിടിക്കപ്പെട്ടു, അതുകൊണ്ട് നീ അകത്ത് കിടക്കുന്നു, ഞാൻ പിടിക്കപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ പുറത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞതുപോലത്തെ ഒരവസ്ഥയാണ്. തെറ്റുകൾ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണല്ലോ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, അതുകൊണ്ടാണ് വിമർശിക്കപ്പെടുന്നത്. കുറേ പേര് എന്ത് ചെയ്യുന്നു, ജയിലിൽ അടയ്ക്കപ്പെടുന്നു, പല പല വിഷയങ്ങൾക്ക് ജയിലിലാക്കപ്പെടുകയും വാർത്തകളിൽ പ്രത്യക്ഷപ്പെടുകയും, ചിലപ്പോൾ തെറ്റായ വാർത്തയായിരിക്കാം, ചില നിരപരാധികളായിരിക്കാം. പക്ഷേ ഇതെല്ലാം സംഭവിക്കുന്നതിൻ്റെ പിന്നിൽ ദൈവസ്നേഹാനുഭവത്തിൻ്റെ അഭാവവും, പാപമോചനം വേണ്ട രീതിയിൽ നടക്കണമെങ്കിൽ കൂദാശാ ജീവിതം കറക്റ്റാകണം. കൂദാശകളിൽ നിന്ന് ആണല്ലോ നമുക്ക് പാപമോചനം നമുക്ക് സംലഭ്യമാകുന്നത്. ആ കൂദാശാധിഷ്ഠിത ജീവിതത്തിലേക്ക് അവർ വേണ്ട രീതി വരണം. അതെപ്പോൾ തൊട്ട് വരണം? കൊച്ചു പ്രായം തൊട്ടേ ഇത് പഠിപ്പിക്കണം,
കൂദാശയെക്കുറിച്ച് പഠിപ്പിക്കണം. വൈദികരായിരിക്കുന്ന സമയത്ത് വൈദിക വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ക്രിസ്തു അനുഭവങ്ങളെക്കുറിച്ചുള്ള പഠനം അവർക്ക് ആവശ്യമാണ്. അത് കഴിഞ്ഞ് അവരെ പ്രാക്ടിക്കലി അവരെ കൊണ്ടുപോയി ഇതുപോലെയുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള മേഖലകളിൽ സർവീസ് ചെയ്യിക്കണം. അങ്ങനെ ഒരു ദൗത്യം, ഞാൻ ഇറങ്ങിയാൽ ഞാൻ ഇതായിരിക്കും എന്നൊരു ദൗത്യം അവർക്കുണ്ടാവണം. അല്ലാതെ എല്ലാത്തിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഇടമായിട്ട് നമ്മളിതിനെയൊന്നും കാണാതിരിക്കുകയാണ്. സേഫ് സോണായിട്ട് കാണരുത്. ഇത് വളരെ ചലഞ്ചിങ് സംഭവമായി തന്നെ ഇതിനെ കാണണം. കൂദാശകളെക്കുറിച്ച് തിരുമേനി പറഞ്ഞു. ഈ നമ്മൾ 7 കൂദാശകളാണല്ലോ നമ്മുടെ സഭയിലുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാവുന്ന എല്ലാം ഒരുപോലെ ആദരിക്കപ്പെടേണ്ടതാണ്. പക്ഷേ കൂദാശകളുടെ അർത്ഥവും ആഴവും പലരും മനസ്സിലാക്കുന്നില്ലെന്നുള്ളതാണ്. ചിലർ ചിന്തിച്ചിരിക്കുന്നത് ധ്യാന കേന്ദ്രങ്ങളും സുവിശേഷ ശുശ്രൂഷകളും ഉള്ളവർക്ക് കൂദാശയോട് താല്പര്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ചിലരങ്ങനെയാണോ എന്ന് നമ്മൾ പറയാനും പറ്റില്ല. കാരണം എന്താണ്, സുവിശേഷവും പ്രസംഗവും പാട്ടും പ്രാർത്ഥനയൊക്കെ മാത്രം മതി. കൂദാശകളോട് വലിയ താല്പര്യം ഇല്ലാത്ത ചിലർ, കുമ്പസാരം അതിനോടൊന്നും വലിയ താല്പര്യം അവർക്ക് തോന്നാത്തവർ ചില മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട്. അതിനൊരു കാരണം ഒരുപക്ഷേ പ്രൊട്ടസ്റ്റൻ്റ് ടീച്ചിങ് അങ്ങനെയാണ്. കൂദാശകളൊന്നും അവർക്ക് അങ്ങനെ വലിയ വാല്യൂഡായിട്ടുള്ള സംഭവമായിട്ട് കാണുന്നില്ല. അവർ പ്രാർത്ഥിക്കുക, ആരാധിക്കുക, ദൈവത്തെ സ്തുതിക്കുക, സുവിശേഷം പ്രസംഗിക്കുക, ബൈബിൾ പ്രസംഗിക്കുക, ഇതൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്തരം സോഴ്സുകളിൽ നിന്ന് സ്വാധീനം ചെലുത്തപ്പെടുമ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ ചിലപ്പം സംഭവിക്കാം. എന്നാൽ കരിസ്മാറ്റിസം വന്നപ്പം അങ്ങനെയല്ല സംഭവിച്ചത്. പലരും അതിനെ വിമർശിക്കുന്നുണ്ട്. കത്തോലിക്ക സഭയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കുർബാനയിലേക്കും കുമ്പസാരത്തിലേക്കും അത് അർത്ഥവത്തായി നിറവേറ്റുന്നതിലേക്കും വന്നത് സത്യത്തിൽ ഇത്തരം കരിസ്മാറ്റിക് നവീകരണ ശുശ്രൂഷയിലൂടെ തന്നെയാണ്. നമ്മുടെ സഭാ അന്തരീക്ഷം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പം മുതലേ ഞാൻ മനസ്സിലാക്കിയിരുന്ന ഇതാണ്, നമ്മൾ ആണ്ടിലൊരു പ്രാവശ്യം കുമ്പസാരിക്കണം. ഒരു പ്രാവശ്യമേ കുമ്പസാരിക്കാവൂ. അല്ലാതെ ഇങ്ങനെ കുമ്പസാരം എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ചും കൂടി ചെറുപ്പക്കാരായിട്ടുള്ള ഞാനിപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത്ര വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കുമ്പസാരിക്കണം. എത്രമാത്രം ടെൻഷനാണ്. കാരണം ഒരു ടീച്ചിങ് കിട്ടിയിട്ടില്ല ഇതിനെക്കുറിച്ച്. നമ്മൾ മുഴുവൻ പാപങ്ങളും പോയി അച്ഛനോട് പറയും. ഒരു ബേസിക് ടീച്ചിങ്ങും ഇല്ലാതെ നമ്മൾ പറയാൻ പോവുക. അതുണ്ടാക്കുന്ന അകാരണമായ ഭയം എത്ര വലുതാണ്. ഞാനിപ്പോഴും ഓർക്കാറുണ്ട്, ഞങ്ങളിങ്ങനെ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ഇതെങ്ങനെ പറയുകൂടാ, ഇത് മോശമല്ലേ, അച്ഛനെ കാണുമ്പോൾ എന്തായിരിക്കും, അച്ഛൻ നമ്മളെങ്ങനെയാണ് കാണുന്നത് എന്നൊക്കെയുള്ള ചിന്തിട്ട് അച്ഛനും നമുക്കൊന്നും ഒരു കുഴപ്പമുണ്ടാകുകയില്ലാത്ത കുറച്ച് പാപങ്ങൾ നമ്മൾ എല്ലാവരും കൂടി കണ്ടുപിടിക്കുക. മാതാപിതാക്കന്മാരനുസരിച്ചാണ് പഠിക്കുന്നില്ല, ബൈബിൾ വായിക്കുന്നില്ല, പ്രാർത്ഥിക്കും, ഇങ്ങനെ കുറേ കണ്ടുപിടിച്ചിട്ട് ഇതിലൊരു 2 നീ പറഞ്ഞു. അതേ സാധനം തന്നെ നമ്മൾ പറയാൻ പാടില്ലല്ലോ. അവർ 2 ഞങ്ങൾ പാപം വീതിച്ചെടുക്കുക. നമ്മൾ തന്നെ കുറച്ച് പാപം കണ്ടുപിടിച്ചിട്ട് വീതിച്ചെടുത്തിട്ട് നമ്മൾ അച്ഛൻ്റെ അടുക്ക് ചെയ്യണം. നമ്മളൊന്നും പറയാതെയൊക്കെ നിൽക്കുമ്പോൾ അച്ഛൻ എന്തെങ്കിലും പാപം ഉണ്ടെങ്കിൽ പറഞ്ഞു എന്ന് പറയുന്നു. അപ്പോഴാണ് മനസ്സിലായത് അച്ഛൻ വലിയ സീരിയസ് ആയിട്ടല്ലേ ഈ വിഷയം എടുക്കുന്നതെന്ന് മനസ്സിലായി. പാപം വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരെണ്ണം പറഞ്ഞു, 2 പറഞ്ഞു, അച്ഛന് സംതൃപ്തിയായി. അച്ഛൻ കുറേ ഉപദേശങ്ങൾ തരുന്നു. നമ്മളെല്ലാത്തിനും റെഡിയാണ്. ഉപദേശം കേൾക്കുന്നതിന് നമുക്ക് തന്നെ കുഴപ്പം. റെഡി, എന്നാൽ ശരി, പ്രാർത്ഥിച്ചു, പാപമോചനം കിട്ടി, പോയി. ഒരു സമാധാനത്തോടെ നമ്മൾ പോകുന്നു. പിന്നെ അടുത്ത വർഷം വന്നാൽ മതിയല്ലോ. ഇതായിരുന്നു സത്യത്തിൽ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ മനസ്സിലാക്കിയ. മറ്റുള്ളവരെങ്ങനെ ആണെന്ന് എനിക്കറിഞ്ഞുകൂടാ. നമ്മുടെ സഭാന്തരീക്ഷത്തിൽ എൻ്റെ കൂടെ കൂട്ടുകാരടക്കമുള്ള പല സമൂഹത്തെയും ഞാൻ വീക്ഷിച്ചപ്പം അവർ മനസ്സിലാക്കിയിട്ടുള്ള ഇത്രയൊക്കെ ചെയ്തു. അതാണെന്ന് തെളിയിക്കുന്നതാണ് നമ്മുടെ ആളുകൾ കല്യാണത്തിന് കുമ്പസാരിച്ചിട്ട് പിന്നെ ആ ഭാഗത്തേക്ക് പോയിട്ടില്ലാത്ത പലരുമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പേരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അടിസ്ഥാനപരമായി കൂദാശയുടെ ആഴവും അർത്ഥവും മനസ്സിലാക്കണം. സത്യത്തിൽ നമ്മുടെ ഈ ധ്യാനകേന്ദ്രം തുടങ്ങിയ ശേഷമാണ് നമ്മൾ ആദ്യമായിട്ട് മാമോദീസ എന്ന് പറയുന്നത് ഒരു ഉടമ്പടിയാണെന്ന് പഠിപ്പിക്കുന്നത്. ഇതൊരു ഉടമ്പടിയാണ്. എന്താണ്? യേശുക്രിസ്തുവുമായിട്ടുള്ളൊരു ഉടമ്പടി. ക്രിസ്തുവിൻ്റെ ഖബറിൽ സംസ്കരിക്കപ്പെടലാണ്. പൗലോസ് അപ്പോസ്തലൻ ലേഖനം എടുത്തു വെച്ച് റോമ 6-ാം അധ്യായത്തിൽ അത് വായിച്ചുകൊണ്ടാണ് ശരിക്കും 2 വേദഭാഗമാണ് മാമോദീസായ്ക്ക് വായിക്കുന്നത്. അതിലൊന്ന് റോമ ലേഖനം 6-ാം അധ്യായമാണ്. അതിനകത്ത് പറയുന്നത് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന മാമോദീസ മുങ്ങിയിരിക്കുന്ന നിങ്ങൾ അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് മാമോദീസ മുങ്ങി. ഇങ്ങനെയുള്ള മരണത്താൽ നിങ്ങൾ അവനോടുകൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു ക്രിസ്ത്യാനി അല്ല ഒരു വ്യക്തി മാമോദീസ മുങ്ങുമ്പോൾ അവൻ യേശുവിൻ്റെ ഖബറിൽ സംസ്കരിക്കപ്പെടുകയാണ്. പിന്നെ ആ ഖബർ തുറന്നവനെ പുറത്തെടുക്കുമ്പോൾ ദൈവപുത്രനാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് ക്രിസ്ത്യാനിയായ നീ ഒരു ദൈവത്തിൻ്റെ പുത്രനാണ്. അതുകൊണ്ട് നീ ഇങ്ങനെ ജീവിക്കേണ്ടവനല്ല.
നീ എന്താണ് ദൈവത്തിൻ്റെ മകനായിട്ട് ജീവിക്കേണ്ടതാണ്. അതുകൊണ്ടൊരു മകൻ ചെയ്യുന്ന ദൈവത്തിൻ്റെ മകന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാവൂ എന്ന പ്രബോധനം കൊണ്ട് മാനസാന്തരപ്പെട്ട നൂറുകണക്കിന് ആളുകളുണ്ട് ഇവിടെ. എടുത്തു പറയാൻ പറ്റുന്ന നൂറുകണക്കിന് ആളുകൾ ഇവിടെയുണ്ട്. എനിക്കറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം മദ്യം കച്ചവടക്കാരനായിരുന്നു, മദ്യം വിൽക്കുന്നതായിരുന്നു അദ്ദേഹം ജോലി. അതോടൊപ്പം തന്നെ മദ്യപാനിയായിരുന്നു. അദ്ദേഹം നല്ലൊരു റെപ്യൂട്ടഡ് ഫാമിലിയിൽപ്പെട്ടയാളാണ്. ഒരു പുരോഹിതൻ്റെ മകനും കൂടിയായിരുന്നു. പക്ഷേ അതിങ്ങനെ അദ്ദേഹം ഇങ്ങനെ ജോലിയായിട്ട് കിട്ടിയതാണ്, നല്ല ശമ്പളമുള്ള ജോലിയാണ്. അതുകൊണ്ട് പുള്ളി തുടർന്നുണ്ട്. ഈ പ്രബോധനം അദ്ദേഹത്തിന് കേട്ടി. രണ്ടാമത് വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഞാനൊരു ക്ലാസ് എടുത്തപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, യേശു ക്രിസ്തുവിൻ്റെ ശരീര രക്തങ്ങൾ മാമോദിസായോട് ഉടമ്പടി ചെയ്ത നിനക്ക് പിന്നെ തരുന്നത് വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതോട് നീയും യേശുവും തമ്മിൽ ഒന്നായിരിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ ശരീരം നിനക്ക് തന്നു. നീ ഇനിയും ദൈവത്തിൻ്റെ മകനായി ദൈവത്തിൻ്റെ ശരീരവുമായി നടക്കുന്നയാളാണ്. നീ മദ്യം കുടിക്കുന്നതോടുകൂടി ക്രിസ്തുവിൻ്റെ തലയിൽ മദ്യം കൊണ്ട് ഒഴിക്കുകയാണ്. ക്രിസ്തു നിന്നിൽ ജീവിക്കുന്നു. 3, നീ മദ്യം വിൽക്കുമ്പം നീയല്ല വിൽക്കുന്നത്, നീ ദൈവത്തെ കൊണ്ട് മദ്യം വിൽപ്പിക്കുകയാണ്, യേശുവിനെ കൊണ്ട് നീ കള്ളു വിൽപ്പിക്കുകയാണ്. അദ്ദേഹം ഇവിടെ വന്നിട്ട് ചെയ്തത്, ആ മദ്യം വിൽക്കുന്ന ജോലി വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിക്കൊണ്ട്, അദ്ദേഹത്തിനുണ്ടായിരുന്ന സാമ്പത്തിക നഷ്ടം അന്നത്തെ കാലത്ത് 6-7 ലക്ഷം രൂപ അദ്ദേഹത്തിന് കിട്ടും ജോലി ഒരു 3 മാസം കൂടെ കഴിഞ്ഞ് രാജിവെച്ചാൽ. അദ്ദേഹത്തിൻ്റെ യൂണിയൻ നേതാവ് പറഞ്ഞു, 3 മാസം കഴിഞ്ഞിട്ട് നീ രാജിവെക്കുക, അപ്പം നിനക്കൊരു 7 ലക്ഷം രൂപ കിട്ടും. ഇപ്പോഴാണ് നിനക്കാണ്ട് 2 ലക്ഷം വേണ്ടത് കിട്ടത്തുള്ളൂ, 3 ലക്ഷം കിട്ടത്തുള്ളൂ. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ സത്യം മനസ്സിലാക്കിയത്, നീ മഹാവിഡ്ഢിയാണെന്ന് പറഞ്ഞു. നീ അച്ഛന്മാർ പറഞ്ഞു കേട്ടുകൊണ്ട് നീ പോകരുത് എന്നൊക്കെ പറഞ്ഞെങ്കിലും പുള്ളി എന്ത് ചെയ്തു? പുള്ളി ആ ജോലി രാജിവെച്ച് സുവിശേഷത്തിലേക്ക് വന്നു. സുവിശേഷ പ്രഘോഷണമൊക്കെ, നമ്മുടെ സഭാംഗമൊന്നുമല്ല, സുവിശേഷ പ്രഘോഷണ ജീവിതത്തിലേക്കുമൊക്കെ വന്നു. അദ്ദേഹം അങ്ങനെ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുകയാണ്. ഒരാളുടെ ജീവിതം അല്ലായിരുന്നെങ്കിലോ, അയാൾ മദ്യം കുടിച്ച് അയാൾ ലിവറും പോയി, ഇപ്പോൾ ഏകദേശം മറ്റുള്ളവരെയും കുടിപ്പിച്ച് പാപത്തിൻ്റെ ഫലവും അയാളുടെ തലയിൽ പേറും. വാൽമീകിയോട് പറഞ്ഞ പോലെ നീ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം നീ അനുഭവിക്കണം, അതോടൊപ്പം തന്നെ നിൻ്റെ ഭാര്യയോ മക്കളോ ഒന്നും അനുഭവിക്കരുത്, നീ തന്നെ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞ പോലെ കുറച്ചാൾ കഴിയുമ്പോൾ ഒരു ഭിത്തിയിലൊരു പടമായിട്ട്, അങ്ങനെ ഭിത്തിയെ പടമായിരിക്കേണ്ട പലരും ഇവിടെ ഒരു എബി എന്ന് പറഞ്ഞൊരാളുണ്ട്. അദ്ദേഹം എൻ്റെ കൂടെ പലയിടത്തും വന്നിട്ടുണ്ട് വീടുകളിൽ. അപ്പോൾ ഈ വീടുകളിൽ വന്ന വീട്ടുകളിലെ പലരും വിധവകളുണ്ട്. അവരുടെ വീട്ടിൽ ഫോട്ടോ എടുത്ത് വെക്കുമ്പോൾ എന്നോട് പറയുന്നത്, എൻ്റെ കൂടെ കുടിച്ചിരുന്ന ആളാണ്, അംബാസഡർ ഹോട്ടലിൽ എൻ്റെ കൂടെ കുടിച്ചിരുന്ന പാർട്ടിയാണ് ഈ ഇരിക്കുന്നത്, ഈ കണ്ണാടിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൂടെ മദ്യപിച്ചിരുന്ന നല്ല ശതമാനം ആളുകളും ഭിത്തിയിലെ ഫോട്ടോയാണ്, ഞാൻ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. അദ്ദേഹം എനിക്ക് തോന്നുന്നു 2003-4 കാലഘട്ടത്തിലെങ്ങാണ്ട് ഞാനിവിടെ ശുശ്രൂഷ ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ വന്ന് ധ്യാനം കൂടി മദ്യപാനം നിർത്തിയ ആളാണ്. ഇന്നും എല്ലാ ദിവസവും ഇവിടെ വരും. ചെയ്യാവുന്ന നന്മകൾ മുഴുവൻ ചെയ്യും. ആർക്കെല്ലാം നന്മ ചെയ്യാവൂ എല്ലാം നന്മ ചെയ്യും. അങ്ങനെ തൻ്റെ സമ്പത്ത് കൊണ്ട് ചെയ്യാവുന്ന നന്മകൾ മുഴുവൻ ചെയ്ത് കർത്താവിന് വേണ്ടി ശുശ്രൂഷയും ചെയ്ത് പാലിയേറ്റീവ് രോഗികളെ കാണാൻ പോകും, നോക്കുക. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പണവും അദ്ദേഹത്തിൻ്റെ ജീവിതവും ഇതിനു വേണ്ടി വിനിയോഗിച്ചു. സഭയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ദൈവാനുഗ്രഹം അല്ലെ അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ. പിന്നെ ആ കുടുംബം രക്ഷപ്പെട്ട് മറ്റനേകം കുടുംബങ്ങൾക്ക് മാതൃകയാവുകയും ചെയ്യും. അങ്ങനത്തെ ധ്യാനകേന്ദ്രങ്ങൾ കേന്ദ്രീകൃതമായി, ഈ ധ്യാനകേന്ദ്രം മാത്രമല്ല സുവിശേഷ ശുശ്രൂഷ കേന്ദ്രമായി 100 കണക്കിന് ആളുകൾ ഇതുപോലെ ജീവിതത്തിൽ രക്ഷപ്പെട്ടവരുണ്ട്. ഇത് കണക്കിനകത്തുണ്ടോ? ഇല്ല. ആകെപ്പാടെ കണക്കിനകത്തുള്ളതും ധ്യാനകേന്ദ്രത്തിൽ പറ്റിയിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്കുകളോ തെറ്റുകളോ വ്യക്തികൾക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്കുകളോ മാത്രമാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. ഇതിനുള്ളിലൂടെ ഉണ്ടായിട്ടുള്ള ആത്മീയ നന്മകളാണ് മാനസാന്തരങ്ങൾ, സാമൂഹ്യ പാപങ്ങളുടെ ഉപേക്ഷിക്കൽ. ഇതൊന്നും കണക്കിൽ വരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ നടത്തുമ്പം ഒരു പൊതുസമൂഹത്തിൻ്റെ കണക്കിലേക്ക് ഇതുകൂടെ വരണം, വിമർശിക്കപ്പെടുന്നവരുടെ കണക്കിലേക്ക് ഇതുകൂടി വരണം. അതിൻ്റെ അകത്തൊരു ദോഷമെന്ന് പറഞ്ഞാൽ വളരെ വളരെ നിസ്സാരമായ 100-ൽ 95% നന്മകൾ മാത്രമേ വരുന്നത്. പക്ഷേ മനുഷ്യർ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ ഈ സാമൂഹ്യ മാധ്യമത്തിൻ്റെ ഒരു കുഴപ്പം അതാണ്. അവരത് പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നത് എപ്പോഴും തിന്മയുടെ സൈഡാണ്. അത് സാത്താൻ്റെ ഒരു കളിയാണ്. അത് തന്നെ, അത് തീർച്ചയായിട്ടും. ഇനി തൈലാഭിഷേക ശുശ്രൂഷ എടുത്തു, രോഗികളുടെ തൈലാഭിഷേകം. രോഗം വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. അപ്പോൾ രോഗിക്ക് 3 തരത്തിലുള്ള ആശ്വാസം വേണം. ഒന്ന് ആത്മാവിൻ്റെ സൗഖ്യം, അവനൊന്ന് ഷെയർ ചെയ്യണം. അവന് ചിലപ്പോൾ അന്നേരമായിരിക്കും തോന്നുന്ന പാപത്തെക്കുറിച്ചൊക്കെ ഒന്ന് പശ്ചാത്തപിക്കണം. ഒരു പുരോഹിതൻ്റെ സാന്നിധ്യം ആവശ്യമാണ്, ഒരു പാസ്റ്റർ കെയർ ആവശ്യമാണ്. 2, അയാളുടെ മനസ്സിന്
ഒരു സാന്നിധ്യവും സൗഖ്യവും ആവശ്യമാണ്. 3 അയാളുടെ ശരീരത്തിന് ഹീലിംഗ് ആവശ്യമാണ്. അപ്പോൾ ഈ 3 മേഖലയിലും ഹീൽ ചെയ്യപ്പെടേണ്ടത് ശരിക്കും ചർച്ചിനാണ് സാധിക്കുന്നത്, പുരോഹിതനാണ് സാധിക്കുന്നത്. എൻ്റെ കൂടെ പാട്ട് പാടിക്കൊണ്ടിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ ബ്രെയിൻ ഹെമറേജ് വന്ന് തളർന്നു പോയതാണ്. തൈലാഭിഷേക ശുശ്രൂഷ കൊടുക്കുന്നതിനപ്പുറത്തൊന്നും ചെയ്യാനില്ലായിരുന്നു. കൊടുത്തു. പിറ്റേ ദിവസം ആൾ എഴുന്നേറ്റ് നടന്നു. സംസാരശേഷി തിരിച്ചു കിട്ടി. ഇപ്പോൾ ഒരു സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ദൈവം ഇറങ്ങി വരാൻ നടക്കുമോ? ദൈവം ഈ ധ്യാനകേന്ദ്രത്തിൽ നടക്കുന്ന ശുശ്രൂഷയ്ക്ക് കയ്യൊപ്പിട്ടുകൊണ്ട് ഇറങ്ങി വന്നിട്ട് നടത്തി ശുശ്രൂഷയാണ്. തോമാശൻ എന്ന് പറയുന്ന ഒരാളാണ്. അയാൾ എഴുന്നേറ്റ് നടക്കാൻ മേല വന്നയാളാണ്. അയാൾ ഇപ്പം നടക്കുന്നയാളാണ്. ഒരു തൈലാഭിഷേക ശുശ്രൂഷ നടത്തിയപ്പോൾ അയാൾക്ക് അന്നേരം തന്നെ, മറ്റേത് പിറ്റേ ദിവസം ആണ് നടന്നത്, ഇത് ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ അയാൾ എഴുന്നേറ്റ് നടന്ന് എൻ്റെ മുറിയിൽ വന്നു. കൈക്കും കാലിനും ബലം കിട്ടി. അപ്പം ഇതൊക്കെ ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് നടത്തിയിട്ടുള്ള കയ്യൊപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിൽ നിന്ന് ആരംഭിച്ചതാണെങ്കിൽ നിലനിൽക്കും. പിന്നെ കുമ്പസാരങ്ങൾ, നല്ല കുമ്പസാരം എടുക്കുന്നതോടുകൂടി മനസ്സിന് സമാധാനം കിട്ടിയ, ബന്ധങ്ങൾ നേരെയാക്കിയ എത്രയോ പേര്, ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ട 100 കണക്കിന് ആളുകളെ എനിക്കറിയാം. പക്ഷെ നമുക്കിതൊക്കെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാം ഒന്നും നമുക്ക് ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ പറ്റില്ല. ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ പറ്റില്ല. അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ മാതാപിതാക്കൾ, അവരുടെ ബന്ധുക്കൾ അതൊക്കെ നിലനിൽക്കുമ്പോൾ അവർക്ക് വേണമെങ്കിൽ പറയാം. അവർ വ്യക്തിപരമായിട്ട് പറയുന്നുണ്ടാകാം. മൈക്ക് വെച്ച് കെട്ടി ചിലപ്പോൾ നമുക്കതൊന്നും പറയാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരികയില്ല. അതുകൊണ്ട് പലരും അങ്ങനെ രക്ഷപ്പെട്ടവർ പലരും ഉണ്ട്. ഉദാഹരണത്തിന് വലിയ മയക്കുമരുന്നും മദ്യമൊക്കെ അടിച്ചേച്ച് അതിൽ നിന്നൊക്കെ മോചനം പെട്ടു വന്നവർ മൈക്ക് വെച്ച് ഇത് പറയുമ്പം ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ട്, അവർ തന്നെ ചിലപ്പോൾ ഇവരെ ആക്രമിച്ചെന്നിരിക്കും. അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചിലപ്പോൾ പറയാതെ ഇരിക്കാം, അല്ലെ പരസ്പരം പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ കൂദാശകളും അതിൻ്റെ അർത്ഥവും ആഴവും ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ ഒരു ബെനിഫിറ്റ്. അതല്ലാതെ പള്ളിയിൽ നിന്നും സഭയിൽ നിന്നും അകറ്റിക്കളയാനല്ല, കൂദാശകളോടും സഭയോടും ദേവാലയത്തോടും. ഇന്നലെ ഒരാൾ വന്നു, അയാൾ പറയുമായിരുന്നു, അയാളുടെ അനിയൻ തികഞ്ഞ മദ്യപാനി, പള്ളി കയറിയിട്ടില്ല, ഇവിടെ വന്ന് ധ്യാനം കൂടി. പറഞ്ഞു ഇന്ന് ആദ്യം പള്ളി ചെല്ലുന്നു ചെറുപ്പക്കാരനാണ്. 7 മണിക്ക് പ്രഭാത പ്രാർത്ഥനയ്ക്ക് പുള്ളി പള്ളിയിലുണ്ട്. കുർബാന അനുഭവിച്ച് പ്രാർത്ഥിച്ച് പുള്ളി നല്ല നിലയിൽ ജീവിക്കുന്നു. അത് വലിയ മാനസാന്തരമല്ലേ? ഈ റിഫർമേഷൻ നടക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെടണം. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനനുസരിച്ച് ഉള്ള പ്രാർത്ഥനയും അതൊരു ഇപ്പോൾ നമ്മളിപ്പോൾ വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റിയില്ലേ, വർക്ക്ഷോപ്പിൽ കയറ്റുന്ന വണ്ടി എന്തിനാണ് കയറ്റുന്നത്? അതിൻ്റെ നട്ടും ബോൾട്ടും എല്ലാം അഴിച്ച് താഴെ ഇട്ടിട്ട് വീണ്ടും എന്ത് ചെയ്യും, സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി കഴിയുമ്പോൾ വണ്ടി ഇറക്കി വിടും. അപ്പോൾ വണ്ടി സാധാരണ രീതിയിൽ ഓടിക്കോളും. എന്ന് പറഞ്ഞാൽ ഇടവപ്പള്ളിയിൽ സാധാരണ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നവന് ചിലപ്പോൾ എന്താണ് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആകും. അങ്ങനെയുള്ളവരെ ഇതുപോലെയുള്ള സ്പിരിച്വാലിറ്റി സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് എവിടെയാണ് തെറ്റുപറ്റിയിട്ടുള്ളത്, എവിടെയാണ് അവർ കുറച്ചുകൂടെ തിരുത്തപ്പെടേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് അവരെ തിരിച്ചുവിടണം. കുട്ടികൾ അവർ സൺഡേ സ്കൂൾ പഠിക്കുന്നുണ്ട്, യൂത്ത് അസോസിയേഷനുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവരിൽ ചില കുട്ടികൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് കാണും. അവരെ എന്ത് ചെയ്യേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും. കൊണ്ടുവന്ന് അവരെ കുറച്ചും കൂടി ബെറ്ററാക്കി തിരുത്തപ്പെട്ട് കുറച്ചും കൂടെ മെച്ചപ്പെട്ട പ്രബോധനങ്ങൾ കൊടുത്ത് ചിലപ്പോൾ അവരെ തിരിച്ചു വിടേണ്ടി വരും. ചിലപ്പോൾ ഈ MBBSനൊക്കെ അഡ്മിഷൻ കിട്ടാതെ മാനസികമായി തളർന്നു പോകുന്ന പിള്ളേരുണ്ട്. ചിലപ്പോൾ ഇവിടെ വന്ന് ഒരു മണിക്കൂർ നേരം ഒരിക്കലൊരു കുട്ടി ചോദിച്ചതാണ്, അവൾ MBBSന് പഠിക്കാൻ അതിനുള്ള അഡ്മിഷന് വേണ്ടി പഠിക്കുകയാണ്. പക്ഷേ പഠിത്തത്തിൽ ഒരു തരത്തിലും അതിന് പറ്റുന്നില്ല. പല പ്രാവശ്യമായിട്ട് ബോധം കെട്ട് താഴെ വീഴുന്നു. ബോധം കെട്ടിങ്ങനെ താഴെ വീഴാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം അതിനെ പലയിടത്തും കൊണ്ടുപോയി. അവസാനം ഇവിടെ കൊണ്ടുവന്നു. അപ്പം ഞാനിവിടെ ഒരു പെൺകുട്ടി, ഒരു MBBSന് പഠിക്കുന്നൊരു കൊച്ചാണ്. ആ കൊച്ചെന്നെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഈ കൊച്ചിനെ അതിൻ്റെ കൂടെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, നീ ഇവളുമായിട്ടൊന്ന് ഒരു 10 മിനിറ്റ് സംസാരിക്കും. ഒരു അരമണിക്കൂർ നേരം സംസാരിച്ചതേ ഉള്ളൂ. തിരിച്ചു പോയി. പിന്നെ അതിന് ഈ ബുദ്ധിമുട്ടുകളുണ്ടായില്ല. വളരെ സമാധാനത്തോടുകൂടി പഠിക്കാൻ പറ്റും. അപ്പോൾ ആ കൊച്ചൊരു ചോദ്യം ചോദിച്ചു അമ്മയോട്, മമ്മി ഇത്ര അടുത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടായിട്ട് എന്തുകൊണ്ട് അമ്മ എന്നെ ഇവിടെ കൊണ്ടുവന്നില്ല? അമ്മ എന്നോട് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് എന്നെ ഇത്രയും ദിവസമായിട്ട് ഇവിടെ കൊണ്ടുവരാൻ, നമ്മളിത്ര അടുത്തല്ലേ, എന്നെ ഇവിടെ കൊണ്ടുവരാൻ എന്തുകൊണ്ടാണ്? നമ്മളും അവിടെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി, അവിടെ കൊണ്ടുപോയി, ഇവിടെ കൊണ്ടുപോയി, പലയിടത്ത് കൊണ്ടുപോയി. എന്നെ എന്തുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവരാൻ? ഇവിടെ ആരാ കൈകാര്യം ചെയ്തത്? ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട വലിയ എക്സ്പേർട്ടായിട്ടൊന്നും പഠിച്ച ആളായിരുന്നില്ല അന്ന്. ഈ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള
ഒരു പെൺകുട്ടി എന്നെ കാണാനായിട്ട് ഇവിടെ വന്നിരുന്നതാണ്, ഹീൽ ചെയ്യപ്പെട്ടു. അപ്പം വേദനിച്ചവന് വേദനിക്കുന്നവൻ്റെ വേദനകളെ ആത്മാർത്ഥതയോടെ കേൾക്കാനും മനസ്സിലാക്കാനും അത് മതി. അതിനുള്ള മനസ്സുള്ള ഒരു സമൂഹത്തെ സഭയിൽ രൂപപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് നമ്മുടെ ശുശ്രൂഷയിലൂടെ ചെയ്യുന്നത്. അത് വിജയകരമായി ചെയ്യുന്നു, വിജയകരമായി മുന്നേറുകയും ചെയ്യും. ഇനി തിരുത്തപ്പെടേണ്ട മേഖല പറയേണ്ടതാരാ? സഭയാണ്. ഇന്ന രീതിയിൽ ഇന്ന കാര്യങ്ങൾ തിരുത്തപ്പെടണം. അതിന് ചെയ്യേണ്ടത് എന്താണ്? സ്ഥാപനത്തിലേക്ക് അവർ വരണം. സഭയിലെ നമ്മളെ നിയന്ത്രിക്കുന്നവരാരെങ്കിലും ഇവിടെ വന്നിരിക്കണം. വന്നിട്ട് നോക്കുന്നത് ഇന്ന കാര്യങ്ങൾ, പ്രബോധനത്തിൽ ഇന്ന കാര്യങ്ങൾ തിരുത്തപ്പെടണം, പ്രാർത്ഥനയിൽ ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിൽ തിരുത്തപ്പെടണം, ആരാധന ഇന്ന കാര്യങ്ങൾ തിരുത്തണം. അങ്ങനെ തിരുത്തപ്പെടേണ്ട കാലങ്ങളിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ തിരുത്തിയിട്ടുണ്ട്. അല്ല, ഈ ശ്രേഷ്ഠ ബാബ തന്നെ കഴിഞ്ഞ ദിവസം വന്നെന്നല്ല തിരുവനന്തപുരം. അപ്പോൾ അദ്ദേഹം വളരെ നല്ല പോസിറ്റീവായിട്ട് ഒരു പ്രസംഗത്തിൽ പറയാൻ ഞാൻ കേട്ടായിരുന്നു. തീർച്ചയായിട്ടും. അല്ല, അതിന് മുമ്പ് എന്നോട് പല പ്രാവശ്യം പല കാര്യങ്ങളും ഇങ്ങനെ ഓരോരുത്തരും ഓരോ കംപ്ലൈൻ്റ് ഒക്കെ പറയുന്ന സമയത്തൊക്കെ എന്നോട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാനത് ചെയ്യാം. സുന്നഹദോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തിരുത്തപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഫോൺ വിളിച്ച് എന്നോട് പറഞ്ഞാൽ മതി. എൻ്റെ സഭയിലെ ഒരു പിതാവ് ആര് വിളിച്ച് പറഞ്ഞാലും, കാരണം അവരെയും കൂടെ ബാധിക്കുന്നതാണല്ലോ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, അവരെയും കൂടെ ബാധിക്കുന്ന വിഷയം, ഞാനത് തിരുത്താൻ തയ്യാറാണ്. പരസ്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഞാനിതുപോലൊരു മീഡിയയ്ക്കകത്തിരുന്നുകൊണ്ട് ഇത് പറയുന്നത്. തിരുത്തപ്പെടാൻ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ തിരുത്തിയിട്ടുമുണ്ട്. തിരുത്തലനുസരിച്ച് ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ട്. എനിക്കൊരു കുഴപ്പമുണ്ടായിട്ടുമില്ല. അത്തരം സ്നേഹബന്ധങ്ങൾ സൂക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട്.